വേറെന്ത് പരിപാടി? റോട്ടിലോട്ട് പോകാൻ പറ്റൂലല്ലോ. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വീട്ടിന് മുറ്റത്ത് വന്നിരിക്കും, പിന്നെ ഒരു ചേഞ്ചിന് അകത്തു ഇരിക്കും. ഇതന്നെ ഇപ്പോഴത്തെ പരിപാടി. അവസാന നിമിഷം ഇങ്ങനെ പഠിക്കാൻ ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ സമയമുള്ളപ്പോൾ വർക്ക് ചെയ്യുന്നു. അതിലൊന്നൊരു കാര്യമില്ലടേ. എല്ലാം അവസാന നിമിഷം തന്നെ നടക്കണം. അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എക്സാം ഒക്കെ ആയിരുന്നത് അത് അവസാനമല്ലേ ഉണ്ടോ വെച്ചേക്കണം. എങ്ങനെ? എടാ നമ്മൾ അന്നന്ന് പഠിക്കണമെന്നേ അവർ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് എക്സാം നടത്തണമെന്ന് സാറന്മാർ പറയുന്നത് ശരിയല്ലേ. അവർക്കൊരു ഫംഗ്ഷൻ, നമുക്ക് വേറൊരു ഫംഗ്ഷൻ. വെറുതെ അല്ലേ ഇവിടെ ഗുണം പിടിക്കാത്ത. എക്സാം ആയ എന്ത് നാട്ടിലൊരു ദുരന്തം വന്നാണ്. ഒലിപ്പിയതിന് ഒരു കുറവുമില്ല. ഡേറ്റ് എക്സാമും ദുരന്തം അങ്ങനെ രണ്ടായിട്ട് പറയില്ലേ. ദുരന്തം. എൻ്റെ പൊന്നളിയെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ലെങ്കിലേ ഇവിടെ ഇതിലും വലിയ പ്രശ്നം നടക്കും. അവസ്ഥയാണടേ. അത് ശരിയാണ് കേട്ടാ. എനിക്കാണെങ്കിൽ എവിടെ അയക്കുന്നു എന്ത് ചെയ്യുന്നു അപ്പം ഫോട്ടോ എടുത്ത് അയക്കുന്നത്. അത്രയ്ക്ക് വിശ്വാസം തന്നെ. അതെൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. എന്തിനാണെച്ചാലും ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. എന്തിന്? ഓൺലൈനിൽ എന്നിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ തീർന്നു. നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ എപ്പോഴും അതിൽ കുത്തിക്കൊണ്ടിരിക്കണം. അവൻ്റെ അവസ്ഥ എന്തിനായിരിക്കും? എൻ്റെ അവസ്ഥ ഇത് തന്നെ. ഒരു 5 മിനിറ്റ് മുമ്പ് ഫോട്ടോ അയച്ചതേ ഉള്ളൂ. എന്തോ നിന്റെ ഫോട്ടോ അയച്ചേ? സെൽഫി. എന്നിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. ഞാൻ അവൾക്ക് അയച്ച ഫോട്ടോ നിങ്ങളെങ്ങനെയാണെന്നാ? നീ ഫോട്ടോ എടുത്തത് നമ്മൾ കണ്ടില്ലല്ലോ ഒന്ന്. എടാ അത് നിങ്ങളത് മോനെ ചന്തു, നീ ഇന്ന് എവിടെയൊക്കെ പോയടാ? ഇന്ന് രാവിലെ തൊട്ട് ഇപ്പം വരെ എവിടെയൊക്കെ പോയെന്ന്? നിപ്പ വരെ എവിടെ പോയെന്നാ? നിപ്പ പോയാലും ഇപ്പൊ കൊറോണ അല്ലേ ട്രെൻഡിങ്? നിപ്പയല്ലേ ഇപ്പം വരെ എവിടെ പോയെന്ന്? ഞാൻ രാവിലെ കടയിൽ പോയായിരുന്നു. ഇറങ്ങി പോയി കൈ കഴുകൂടാ. എടാ അതിന് എനിക്ക് നീ ഇപ്പൊ ഒരു 5 മിനിറ്റ് സമയം എടുത്ത് കൈ തേച്ച് വെച്ച് കഴിവണേന് നിനക്ക് വല്ല ചെലവുണ്ട്? നമ്മളെപ്പോഴും സേഫ് ആയിട്ടിരിക്കണം. ബ്രേക്ക് തോന്നണ അത്. ഇത് ചന്തുവിൻ്റെ റൂട്ട് മാപ്പ്. എങ്ങനെയുണ്ട്? ഗംഭീരം. അല്ലടാ അവ എന്തോന്നിന്റെ ഫോട്ടോയ്ക്ക് അയച്ചത്? ഞാൻ ഫോണിൽ എടുത്താണ്. ചിലപ്പോൾ അപ്പം നമ്മളെ ഫോട്ടോയ്ക്ക് എടുത്ത് അയച്ചത്. അതിനെന്ത്, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ നിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുമല്ലോ. പാർട്ടി എടാ അല്ലെങ്കിൽ പിന്നെ അവൾ അടുത്താരാണെന്ന് അറിയാതിന് ഓരോന്ന് ഊഹിച്ചെടുക്കും. ഫോട്ടോ ആകുമ്പോൾ പ്രശ്നം തീർന്നില്ല. നീ അവൻ്റെ ഫോണിൽ എടുത്തിട്ട് അവ അയച്ച ഫോട്ടോ പിന്നെ അവരെ സൊല്ലുന്ന 2 സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചത്. എന്നിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തോളാം അവര്. മോശം. എന്ത് മോശം? ഇടയ്ക്ക് ഇങ്ങോട്ട് ഇട്ടുമ്പോഴേ അങ്ങോട്ട് പണി എടുക്കാനുള്ളൂ. അല്ല എനിക്ക് ഇതാണൊക്കെ പണിയാൻ നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യേ മോശം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? നീ ആവാൻ വരുമ്പോ ഫോണിൽ എടുത്താൽ എടാ പാസ്വേഡ് 3612. എനിക്ക് വന്നില്ലല്ലേ? വേണ്ടളിയാ. എടാ അവക്ക് കുറെ മെസ്സേജ് അയച്ചെന്നല്ല അവള് തിരിച്ചു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. എന്തിനും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ? പിന്നെ അവളെ ശല്യം ചെയ്യുന്നു. എപ്പോഴും ചാറ്റ് മുടിഞ്ഞ പ്രേമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അവർ ചാറ്റ് ചെയ്യല്ലേ? വെറുതെ ആണല്ല, നാടകവും നമ്മളൊന്നും അറിയാതിരിക്കാൻ. ചാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുള്ളി ചീറ്റിംഗ് ആണ്. കഴുകി പോരെ. അവളിപ്പോ എന്നെ കൊന്നു. എടി ഞാനേ സത്യമായിട്ട് മതി. എടാ അവസാനമായിട്ട് ഇതും കൂടി ഉള്ളു, അല്ലെങ്കിൽ അവൾ എന്നെ വെട്ടോടാ. മെസ്സേജൊക്കെ നമ്മൾ കണ്ട് മതിയാക്ക്. കണ്ട എന്തോന്നറ ഇത്? സ്നേഹിച്ച് വീർപ്പ് പൊട്ടിക്കുന്നത് യാതൊരു നേരം ഒലിപ്പിരുന്ന പറഞ്ഞിട്ടാ? നിന്നെ മൈൻഡ് ചെയ്താ അവള്? ഈശടാ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല ഒരുപോലെ കണ്ണടച്ചില്ലെന്ന്. കണ്ട ഓൻ കഴിയില്ല. ഓൻ കഴിയിട്ട് സന്തു കുറച്ച് കഞ്ഞെടുക്കട്ടാളിയാ.
നമ്മൾ പല കാര്യങ്ങളും തെറ്റായിട്ട് എടുക്കുമെന്നുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ ബ്രേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ വിഷമിക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നിനക്കൂടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ അളിയാ. അളിയാ ചന്തു, നിനക്ക് ഞാൻ ഉണ്ടോ?